പോലും മോഹൻലാലിനെ കാസ്റ്റ് ചെയ്യണം എന്ന് ആലോചിച്ചിട്ടേ ഇല്ലേ? മോഹൻലാൽ ഒരു വല്ലാത്തൊരു ഇമേജാണ്, നല്ലവനായ റൗഡി. എനിക്ക് ആ റോൾ പറ്റുകയല്ല. ചാൻസ് കിട്ടുമ്പോൾ കൊടുക്കണം, പിന്നീട് വയ്ക്കരുത് എന്ന് പറഞ്ഞ ഒരു റീൽ വന്നിട്ടുണ്ട്. അത് പ്രമോദ് ഫ്രെയിംസ് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം യൂസറിൻ്റെ ഒരു റീലാണ്. പ്രമോദ് ചന്ദ്രൻ എന്നാണ് ഈ വ്യക്തിയുടെ പേര്. ഇദ്ദേഹത്തിൻ്റെ ഒരു റീല് വന്നിട്ടുണ്ട്. അതായത് അടൂർ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം മോഹൻലാലിനെ പറ്റി പറഞ്ഞ പരാമർശം എല്ലാവർക്കും അറിയാമല്ലോ, വിവാദപരമായിട്ടുള്ള പരാമർശവും അതിന് മറുപടി കൊടുത്ത മോഹൻലാലിൻ്റെ പരാമർശവും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ബൈജു സന്തോഷ്, അതായത് നടൻ ബൈജു സന്തോഷ്, തിരുവനന്തപുരംകാരനായിട്ടുള്ള ബൈജു സന്തോഷ് വന്നിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അത് വളരെ ഫേമസ് അത് വളരെ വൈറലായിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ഇങ്ങേരുടെ പടത്തിൽ അഭിനയിക്കാത്തത് കൊണ്ട് മോഹൻലാൽ സൂപ്പർ സ്റ്റാറായി എന്നാണ് ബൈജു സന്തോഷ് പറഞ്ഞത്. അപ്പോൾ അത് എന്താ പറയുക, അതിന് പ്രമോദ് ഫ്രെയിംസ് മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതേ ബൈജു ചേട്ടാ, റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് മോഹൻലാൽ നല്ല റോൾസും ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ പുള്ളി പറയുന്നത് ആ വില്ലൻ ഈസ് ഓൾവേസ് വില്ലൻ എന്ന്. അതായത് റിപ്പോർട്ടർ മാധ്യമ പ്രവർത്തകൻ ഈ അടൂരിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് മോഹൻലാൽ നല്ല റോളുകൾ, മോഹൻലാലിൻ്റെ മേൽ ക്യാമറ വെച്ചാൽ ഒരു ഗുണ്ടയാണ് കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി ചർച്ച ചെയ്തു. ഇത് ആരുടെ പരാമർശമാണ്? ഇദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതിന് റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, നല്ല കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ, സാധുവായിട്ടുള്ള കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ മോഹൻലാൽ. അപ്പോൾ അതിന് പറഞ്ഞ് വില്ലൻ ഈസ് ഓൾവേസ് എ വില്ലൻ, വൺസ് എ വില്ലൻ ഓൾവേസ് എ വില്ലൻ. ഒരിക്കൽ വില്ലനായാൽ അതിലെന്നും വില്ലനാണ്. സിനിമയിൽ വില്ലനാണ് ഈ പറയുന്നത്. സിനിമയിൽ വില്ലനായിട്ട് അഭിനയിക്കുന്ന പറ്റിയാണ് പറയുന്നത്, അല്ലാതെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം കാണിച്ചതിനെ പറ്റിയല്ല. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ രീതിയിൽ പരാമർശം വരുന്നത്, ഇദ്ദേഹം ഈ പറയുന്ന ഇത്രയും നാൾ ഈ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ഇത്രയും നാൾ മലയാളികളെ പറ്റിക്കുകയായിരുന്നു, താനൊരു ബുദ്ധിജീവി ആണ് എന്ന് പറഞ്ഞ്. ശരിക്കും ഇയാൾക്ക് ബുദ്ധിയില്ല, ഇയാള് ജീവിയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിജയ് പറഞ്ഞത് കറക്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേര് പ്രമോദ് ചന്ദ്രൻ. ഓക്കെ, അദ്ദേഹം റീൽ ഇട്ടപ്പോൾ അതിന്റെ താഴെ വന്ന് ബൈജു കമന്റ് കൊടുത്തു. ബൈജു എന്ന് പറയുന്ന നടൻ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ കുട്ടിക്കാലം മുതലേ കാണുന്നതാണ് ബൈജുവിന്റെ ചിത്രങ്ങളും സിനിമകളും ഒക്കെ. അപ്പോൾ ഈ അടുത്ത കാലത്താണ് ബൈജുവിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ വൈറലായി തുടങ്ങിയത്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഒന്ന് തനി തിരുവനന്തപുരം ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. രണ്ട്, അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി കുറിക്കുകൊള്ളുന്ന രീതിയിൽ കൃത്യമായി പറഞ്ഞു തന്നെ പോകും. അത് എത്ര വലിയവനായാലും എത്ര തത്തുല്യമായി നിൽക്കുന്ന ആളായാലും എങ്ങനെയായാലും അദ്ദേഹം പറയാനുള്ളത് കൃത്യമായി പറഞ്ഞു തന്നെ പോകും. അടൂരിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, അടൂര് പറയുന്നത് മോഹൻലാലിന്റെ മുഖത്ത് ക്യാമറ വെക്കുമ്പോൾ എനിക്ക് ഒരു വില്ലനായിട്ടാണ് മോഹൻലാലിനെ തോന്നുന്നത് എന്നുള്ളത്. വില്ലനാക്കി. അപ്പോൾ അത് അടൂരിന്റെ പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് മരുന്നില്ല എന്നുള്ളതാണ്. ചില സൂക്കേടുകൾക്ക് ചികിത്സിക്കാൻ കഴിയില്ല. ചില സൂക്കേടുകളെ ഈ നമ്മൾ പറയുമ്പോൾ അസൂയ, കുശുമ്പ്, ഞരമ്പ് രോഗം, ഇതിനൊന്നും ചികിത്സയില്ല. ഈ വീഡിയോ പ്രമോദ് ചന്ദ്രൻ ഈ വീഡിയോ കുത്തിപ്പൊക്കുകയാണ് ചെയ്തത്. അതായത് പഴയ വീഡിയോ ആളുകൾ കോണ്ടെക്സ്റ്റ് അറിഞ്ഞുകൂടായിരുന്നു. അതായത് മോഹൻലാൽ ഈ മറുപടി കൊടുക്കുമ്പോൾ എന്നെ പറ്റി മുമ്പ് പല കാര്യങ്ങളും അത് അറിയില്ലായിരുന്നു. നമ്മളന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ ആ വീഡിയോ ഇദ്ദേഹം കുത്തിപ്പൊക്കി അത് കൊണ്ടുവന്നു, ആ ഇന്റർവ്യൂ, പഴയ ഇന്റർവ്യൂ. അപ്പോൾ അത്തരത്തിൽ ഈ ഞാൻ പറഞ്ഞില്ലേ, ചില അസുഖങ്ങൾക്കൊന്നും മരുന്നില്ല. പ്രത്യേകിച്ച് അസൂയ, കുശുമ്പ്, ഞരമ്പ് രോഗം. ഞരമ്പിനൊക്കെ നല്ല അടി കിട്ടിയാൽ തീരുമെന്ന് പറയും. പക്ഷെ എന്നാലും ചില ഞരമ്പൊന്നും അടി കിട്ടിയാലും തീരില്ല. അപ്പൊ അങ്ങനത്തെ കുറെ രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾക്കൊന്നും മരുന്നില്ല. ഇപ്പൊ നമ്മളെന്താ പറയുക, ഇപ്പോൾ വലിയ സംഭവമുള്ള ഒരു ശാസ്ത്രജ്ഞനാണെങ്കിലും അയാൾക്ക് മനുഷ്യരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ ഒന്നും അല്ല എന്നുള്ളതാണ്. ഇപ്പൊ ലോകം കീഴടക്കാൻ കഴിവുള്ള ഒരു ശാസ്ത്രജ്ഞനായിരിക്കും അയാള്. പക്ഷെ മനുഷ്യനെ തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഒരുത്തൻ ലോകം കീഴടക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അല്ല, എനിക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത്, മോഹൻലാലിനെ കാണുമ്പോൾ വില്ലനായി തോന്നുന്നു എന്ന് പറയുന്നത്, മോഹൻലാൽ വില്ലനായിട്ട് നെഗറ്റീവ് കഥാപാത്രങ്ങളും അതിഗംഭീരമായി ചെയ്യും. അതായത് നെഗറ്റീവ് ഷെയ്ഡുള്ള മംഗലശ്ശേരി നീലകണ്ഠൻ, അതൊക്കെ നമുക്കറിയാം. അത് അതിന്റെ ഉച്ചസ്ഥായിലായിരിക്കും അത് ചെയ്യുമ്പോൾ, അല്ലേ? അത് ഏതാണെങ്കിലും, ഇപ്പൊ സാധുവായിട്ട് വരികയാണെങ്കിലും, അതായത് പവിത്രത്തിലെ അറിയാലോ കഥാപാത്രം സാധുവായിട്ടുള്ള കഥാപാത്രമാണ്. അപ്പുണ്ണി സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പുണ്ണിയിൽ അതേ മോഹൻലാലാണ് മംഗലശ്ശേരി നീലകണ്ഠനായിട്ട് വരണമെന്ന് വിശ്വസിക്കാൻ പറ്റും. ഈ 93 തന്നെ മിഥുനം, മണിച്ചിത്രത്താഴ്, ഈ പറയുന്ന ദേവാസുരം, ഇത് മൂന്നിലെ മോഹൻലാലിന് പ്രത്യേകിച്ച് ഒരു മേക്കപ്പ് വ്യത്യാസവും ഇല്ല. മേക്കപ്പ് വ്യത്യാസങ്ങളൊന്നും ചെയ്തിട്ടില്ല, മീശ എടുത്തിട്ടില്ല, മുടി വളർത്തിയിട്ടില്ല, മുടി വെട്ടിയിട്ടില്ല. പക്ഷേ മൂന്ന് മോഹൻലാലിനും കാണാൻ ഒരുപോലെയാണ്. പക്ഷേ കഥാപാത്രങ്ങളെ നമുക്ക് ഒരാളാണെന്ന് തോന്നുന്നില്ല. അതാണ് മോഹൻലാലിന്റെ പ്രത്യേകത. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിന് എല്ലാവരും കാണുന്ന ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന്, മോഹൻലാൽ ഒരു നായരാണ്. ഈ സവർണ മേധാവിത്വം എന്ന് പറഞ്ഞ് കുറെ എണ്ണ ഇറങ്ങുന്നുണ്ട്.
ഈ സവർണ മേധാവിത്വമുള്ളവരെ അല്ലെങ്കിൽ സവർണനായിട്ടുള്ളവരെ ഞങ്ങൾ വച്ച് വാഴിക്കില്ല. ഈ സവർണനായിട്ട് ജനിച്ചത് മോഹൻലാലിന്റെ എൻ.ടി. വിജയുടെ ഒന്നും പ്രശ്നമല്ല. അല്ല, സവർണനായിട്ട് ജനിക്കുന്നു പറഞ്ഞാൽ അദ്ദേഹം ജനിച്ചത് മാത്രമല്ല കുറ്റപരിവേദന, അദ്ദേഹം ഇത്തരം കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളത്. പക്ഷേ ഇവര് ഉയരും ഞാൻ നാടാകെ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മോഹൻലാലിനെ വിളിച്ചപ്പോൾ ഈ സംവിധായകൻ കെ.വി. ശശിയായിരുന്നു, മറന്നു ഇതാരാണെന്ന്, ശശികുമാറോ ആരോ ആണെന്ന്. അപ്പോൾ പറഞ്ഞില്ല, നിനക്ക് ആ റോള് തരില്ല എന്ന് പറഞ്ഞു, നീ അതിന് ചേരില്ല എന്ന് പറഞ്ഞു. ആദിവാസി കഥാപാത്രമാണ്. മോഹൻലാൽ എന്ത് ചെയ്തെന്നറിയാമോ കഥാപാത്രം കിട്ടാൻ വേണ്ടി? അന്ന് ചെറുപ്പമാണ്, 20-25 വയസ്സേ ഉള്ളൂ. ആ വേഷം, അതായത് ദേഹം മൊത്തവും കരിവാരി പൂശി, നിറമാണല്ലോ പ്രശ്നം, കഥാപാത്രം കിട്ടാത്തതിൻ്റെ പ്രശ്നം, കരിവാരി പൂശി, അതായത് കറക്കാൻ വേണ്ടി അങ്ങനെ ഇതായി ആ വേഷം അണിഞ്ഞ് സംവിധായകൻ്റെ വീട്ടിൽ പോയി മുറ്റത്ത് നിന്നു. അപ്പോൾ അദ്ദേഹം കണ്ടപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് നിനക്കേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉയരും ഞാൻ നാടകം, പാദമുദ്ര, ഇങ്ങനെ വ്യത്യസ്ത സിനിമകളിൽ അദ്ദേഹം പല ജാതി എന്താണ് ഇപ്പൊ ക്രിസ്ത്യാനിയായിട്ട് അഭിനയിച്ചിട്ടില്ലേ? മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണി എന്താ ക്രിസ്ത്യാനിയാണ്? റോയ് നമ്മളെ ഈ സിനിമ ഉണ്ടല്ലോ, നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ, പ്രശസ്തമായ ഡയലോഗുകളൊക്കെ ഉള്ള അതിരാവിലെ എണീച്ച് നമുക്ക് സോളമൻ എത്ര നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തോമാച്ച് അത് ക്രിസ്ത്യാനിയല്ലേ? ഹിസൈൻ അബ്ദുള്ളയുടെ കഥാപാത്രം അതില് മുസ്ലിം ആയിട്ടല്ലേ അഭിനയിക്കുന്നത്? അലിബായില് മുസ്ലിമാണ്. അപ്പോ അദ്ദേഹത്തിന് കിട്ടുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹം നല്ലപോലെ കിളിച്ചുണ്ടമാഴ് മുസ്ലിം ആയിട്ടാണ്. മരക്കാർ സിനിമയിൽ മുസ്ലിം. അപ്പൊ അദ്ദേഹം ചെയ്യുന്ന ലൂസിഫർ സിനിമയിൽ, പുലിമുരുകൻ സിനിമയിലെ മോഹൻലാലിന്റെ ജാതി എന്താണ്? എന്തായാലും അത് ഈ പറഞ്ഞ പോലെ സവർണ ജാതി ആവാൻ തരവില്ല. അതിൽ കാണിക്കുന്ന ഒരു അവരുടെ ഇത് വെച്ചിട്ട് ആദിവാസി അല്ലെങ്കിൽ അങ്ങനെ പറയാമോന്ന് എനിക്കറിയില്ല, അത്തരത്തിലുള്ള അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഈ എന്താ പറയുക, എല്ലാത്തിലും ഇപ്പൊ നമ്മളിപ്പോ ജീവിക്കുന്ന സമൂഹത്തില് ഇപ്പൊ സവർണനായി ജനിച്ച നമ്മുടെ തെറ്റല്ല. നമ്മൾ ജനിച്ചിട്ടും ആ തരത്തില് നമ്മളിപ്പോ ഒരു സവർണൻ എന്ന് പറയും നമ്മുടെ തെറ്റുകൊണ്ടാണ്. നമ്മുടെ പൂർവികർ ആ രീതിയിൽ വരുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ ജനിക്കുള്ളൂ. നമ്മളിപ്പം ഇരുണ്ട നിറത്തോടെ വെളുത്ത നിറത്തോടെ ഒക്കെ ജനിക്കുന്ന നമ്മുടെ കുറവോ കുറ്റമോ കൂടുതലോ ഒന്നുമല്ല. പക്ഷെ നമ്മൾ അതിലൊരു നമ്മൾ ആ പെരുമാറ്റത്തിൽ അത് കൊണ്ടുവരുമ്പോഴാണ്, അതായത് ഇപ്പം അവർണരോട് നിറം കറുത്തവനോട് എനിക്ക് ഇപ്പോഴും അല്ലെങ്കിൽ ഒരു വെളുത്ത ഒരാൾ പറയാണ് എനിക്ക് നിറം കറുത്തവരോട് എനിക്ക് അവരോട് അടുത്തിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതാണ്. മോഹൻലാൽ എവിടെയാണ് ജാതി ഒരു വിവേചനം കാണിച്ചിട്ടുള്ളത്? എവിടെയെങ്കിലും ജാതി വിവേചനം ഞാൻ കേട്ടിട്ടില്ല. നമ്മൾ മാധ്യമ പ്രവർത്തകരാണ്, നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായി ഫോളോ ചെയ്യുന്നത്, നമ്മൾ ഇതുവരെ അതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. അടൂർ ഗോപാലകൃഷ്ണൻ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ മോഹൻലാൽ ആരെയും മാറ്റി നിർത്തിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഈ അടൂർ ഗോപാലകൃഷ്ണനെ സംബന്ധിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ഒരു മനസ്ഥിതി ഉണ്ട്, സ്വാഭാവികമായി അദ്ദേഹത്തിന് അങ്ങനെ ഒരു മനസ്ഥിതി ഉണ്ട്. മോഹൻലാൽ എന്ന് പറയുമ്പോൾ ഒരു സവർണനാണ്, പിന്നെ എന്താ പറയുക, ഒരു വല്ലാത്ത ഈ ഒരു ഫ്രസ്ട്രേഷൻ അദ്ദേഹത്തിനുണ്ട്. ഈ ഫ്രസ്ട്രേഷൻ ഒരിക്കലും മാറില്ല. അതായത് ഈ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയോട് നമുക്ക് എപ്പോഴും ഒരു വല്ലാത്ത അസൂയായിരിക്കും, നമ്മൾ ചിരിയും കളിയൊക്കെ നടക്കുമായിരിക്കും. പക്ഷെ അങ്ങോട്ട് തിരിയുമ്പോൾ പറയും അവൾ കോപ്പി അടിച്ചിട്ടാണ് അതിപ്പോൾ ജയിച്ചത്, അല്ലെങ്കിൽ അവൾ കണ്ടെഴുതിയിട്ടാണ് ജയിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മുടെ അസൂയ നമുക്ക് പഠിക്കാനുള്ള കഴിവ് നമുക്കില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യാനുള്ള യോഗ്യത അടൂർ ഗോപാലകൃഷ്ണനില്ല. അടൂർ ഗോപാലകൃഷ്ണൻ എത്ര വമ്പൻ സിനിമകൾ എടുത്തിട്ടുള്ള ആളെന്ന് പറഞ്ഞാലും മോഹൻലാൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ അഭിമാനമായ ഒരു നടനെ വച്ചിട്ട് സിനിമ ചെയ്യാനുള്ള ഒരു യോഗ്യതയും അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സംവിധായകനില്ല. അടൂരിനെ ചിലപ്പോൾ കുറെ പേര് അറിയായിരിക്കും, കാരണം അടൂര് വായി തോന്നൊക്കെ വിളിച്ചു പറയും നിലപാടിന്റെ രാജകുമാരനാണ്, അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പലരും പറയും. ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇദ്ദേഹം ഈ പറയുന്ന നടൻ, നമ്മൾ ഇതിനകത്തൊരു ജാതീയതയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇദ്ദേഹം ഈ പരാമർശം പറയുന്നത് കലാഭവൻ മണിയെ പറ്റിയാണെന്ന് വെച്ചു. എനിക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ ക്യാമറ വയ്ക്കുമ്പോൾ എനിക്കൊരു ഗുണ്ടയാണ് കാണുന്നത്, അല്ലെങ്കിൽ വിനായകനെയാണ് പറയുന്നതെന്ന് വെച്ചോ, ഇത് ആളി കത്തൂല്ലേ കേരളത്തിൽ? കാരണം അവിടെ എന്താണ് ജാതീയതയാണ് എന്നൊക്കെ പറയും. ഇവരുടെ ലുക്ക് മോഹൻലാലിന്റെ ഈ മുഖം എന്താണ്? ആ മോഹൻലാലിന്റെ എന്ത് ഫീച്ചേഴ്സാണ് ഒരു വില്ലൻ അല്ലെങ്കിൽ ഗുണ്ട എന്ന് തോന്നിപ്പിക്കുന്ന? അദ്ദേഹത്തിന്റെ തടിയാണോ, അതോ ഈ പറയുന്ന കൗളാണോ, എന്താണ് അദ്ദേഹത്തിന്റെ എന്ത് പൗരുഷമാണ്, എന്താണ് ഈ പറയുന്ന ഗുണ്ട എന്ന് തോന്നിപ്പിക്കുന്നത്? കാരണം മമ്മൂട്ടിക്ക് ഈ പറഞ്ഞ പോലെ പൗരുഷം ഉണ്ടല്ലോ. മമ്മൂട്ടി ഇദ്ദേഹത്തിന് തന്നെ വിധേയനാണല്ലോ ഈ പറയുന്ന ചട്ടമ്പിയായിട്ട് അഭിനയിച്ചത്. ചട്ടമ്പിയല്ല, അവിടുത്തെ പ്രമാണിയായിട്ട്, മാടമ്പിയായിട്ട് മാടമ്പിയൊക്കെ അല്ലേ. അപ്പൊ ഞാൻ പറയുന്നത് പിന്നെ എത്ര കാലം അടൂർ ഗോപാലകൃഷ്ണൻ ജനിച്ച് മരിച്ച് ജീവിച്ച് വന്നാലും മോഹൻലാലിനെ പോലെ ഒരു നടനെ വെച്ച് സിനിമ ചെയ്യാനുള്ള യോഗം അല്ലെങ്കിൽ യോഗ്യത ഒരു 100 വർഷം ജനിച്ച് മരിച്ചു വന്നാലും അടൂർ ഗോപാലകൃഷ്ണൻ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം അടൂർ ഗോപാലകൃഷ്ണൻ തിരിച്ചറിഞ്ഞു. കാരണം മോഹൻലാലിനെ പോലൊരു നടന്റെ അടുത്തൊരു സംവിധായകൻ എത്തുമ്പോൾ അതിന് തക്കതായ കഥ വേണം, അദ്ദേഹത്തെ അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ് ആ സംവിധായകന് വേണം.
പൃഥ്വിരാജിന് പോലും ആ കഴിവ് കിട്ടി. പക്ഷെ അടൂരിന് പൃഥ്വിരാജിനേക്കാളും താഴെയാണെന്നേ പറയേണ്ടി വരുള്ളൂ. അതുകൊണ്ട് അടൂര് സൂക്കേട് തീർത്തോട്ടെ, അടൂര് എത്ര വേണോ ചൊറിഞ്ഞോട്ടെ, ആ ചൊറിച്ചില് ഒരു പരിധി എത്തുമ്പോൾ നന്നായി ഒരൊറ്റ മാന്തല് മതി അയാൾ തീരാൻ. കാര്യങ്ങൾ പറയുന്നത് നമുക്കിത് അവസാനിപ്പിക്കാം. അതായത് ഒരു സ്കൂളിലെ 10 അധ്യാപകരിൽ 9 അധ്യാപകരും പറയുന്നു അവൻ മിടുക്കനാണ്, ആ വിദ്യാർത്ഥി മിടുക്കനാണെന്ന് പറയുന്നു. ഒരു അധ്യാപകൻ മാത്രം പറയുന്നു അവൻ മണ്ടനാണ്, അല്ലെങ്കിൽ അവന് ഈ പറയുന്നതൊക്കെ നിങ്ങൾ പറയുന്നത് തെറ്റാണ്, എനിക്ക് അയാൾ വലിയ ബുദ്ധിയുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വിദ്യാർത്ഥിയെ പഠിപ്പിക്കാനുള്ള, ചേച്ചി നേരത്തെ പറഞ്ഞാൽ ആ വിദ്യാർത്ഥിയെ പഠിപ്പിക്കാനുള്ള പ്രാപ്തി ആ അധ്യാപകനില്ല എന്ന് മാത്രം. അത്രേ ഉള്ളൂ.